നമ്മളിന്ന് എല്ലാവരും ഫ്രണ്ട്സായിട്ട് ഹാങ് ഔട്ട് ചെയ്യുവാണ്. നമ്മളെ 2 ഫ്രണ്ട്സ് വരാനുണ്ട്. 2 പേര് വരാനുണ്ട്. ജോലി കഴിഞ്ഞിട്ട് 7 മണി കഴിഞ്ഞ ശേഷം. അതെ, ഇപ്പൊ കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുക. അപ്പം പപ്പടമുണ്ട്, ചോറുണ്ട്, പരിപ്പുണ്ട്, ചിക്കനുണ്ട്, എല്ലാം ഉണ്ട്. പനീർ വരെ ഉണ്ട്. അതെ, അത് മഞ്ഞത്തും വെയിലത്തും എല്ലാം കൂടെ കടന്നു വന്നതാണ്. അതെ 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 അതെ. എന്താ പരിപാടി? അപ്പൊ ഇന്ന് പരിപാടി എന്ന് വെച്ചാല് ഇവരെ കൊണ്ട് കുറച്ച് ചാലഞ്ച് ചെയ്യിപ്പിക്കണം. അതായത് ഇവിടെ ഞാൻ പ്രതീക്ഷിച്ച വാട്ടർ മില്ലൺ ഒന്നും കിട്ടിയില്ല. അതിനാണ് പകരം നമ്മൾ പൊട്ടേറ്റോ ഒക്കെ വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ 3 പേരാണ് പുതിയ ജർമ്മനി ഗേൾസ്. അപ്പോ അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ലിയൻ ആണെങ്കിൽ ഡെബിയുടെ കൂടെ പോയിട്ടുണ്ട്. സ്ലീപ്പ് ഓവർ വേണം അവന്. സ്ലീപ്പ് ഓവർ, സ്വിമ്മിങ്, സപ്പർ, അങ്ങനെയൊക്കെ കുറെ പരിപാടിയായിട്ട് അവനും പോയി. ഇപ്പൊ നമ്മളും അവൻ ഇവിടെ ആണെങ്കിൽ ബോർ അടിക്കും എന്തായാലും നമ്മുടെ കൂടെ ആയിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മള് അതാ അവന് സ്വിമ്മിങ്ങിന് പോകാൻ ഭയങ്കര കളിച്ചോണ്ടിരിക്കും. അപ്പൊ അവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് സ്വിമ്മിങ്. അപ്പം നമ്മൾ സ്വിമ്മിങ്ങിന് ബുക്ക് ചെയ്ത് കൊടുത്തു. അപ്പം ഡെബിയോട് അവൻ സ്വിമ്മിങ്ങിന് പോകും. അത് കഴിഞ്ഞ് സപ്പർ, അത് കഴിഞ്ഞ് ഡെബിയുടെ സിനിമ കണക്കും, മൂവി ടൈം. പിന്നെ അവർ 2 പേരെ കെട്ടിപ്പിടിച്ച് ഉറങ്ങുക. അതായിരുന്നു ആ പരിപാടി. ഇവിടെ ഞങ്ങൾ ഈ ചാലഞ്ച് ഒക്കെ ചില്ല് ചെയ്യാൻ വേണ്ടിട്ടാണ് പ്ലാൻ. ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് എന്തൊക്കെയാ കുക്ക് ചെയ്തത്? ഇന്ന് നെയ്ച്ചോറ്, പരിപ്പ് കറി. നെയ്ച്ചോറൂടെ പരിപ്പ് കറി മസ്റ്റാണ്. ചിക്കൻ റോസ്റ്റ്, പപ്പടം, അച്ചാറ്, സലാസ്, പിന്നെ ചിക്കൻ ഫ്രൈ, പനീർ ഫ്രൈ, എല്ലാം ഉണ്ട്. നമ്മള് എല്ലാരെയും പരിഗണിച്ചിട്ടാ. അപ്പൊ ഒരു നമ്മളെ കൂട്ടത്തിൽ വെജിറ്റേറിയൻ ഉണ്ടാണ്. നമ്മള് പനീർ നമ്മള് പാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളല്ല, ഞാനും പാറും നെയ്ച്ചോറ്. ഓ യാ, എന്നിട്ട് നെയ്ച്ചോറ് ലിയനെ കൊണ്ടാക്കിയപ്പോ നമ്മൾ വിളിച്ച് ചുമ്മാ പറഞ്ഞ് കുഴഞ്ഞു പോയി. വീട്ടിൽ വന്നപ്പോ നമ്മള് 2 പേരും ഇറക്കി വിടാൻ പോവായിരുന്നു. നെയ്ച്ചോറ് എന്നൊക്കെ പറയുമ്പോൾ കരിയാപ്പിലൊക്കെ ഇട്ടിട്ട് ഈ വടക്കോട്ട് മലപ്പുറം ആ സൈഡിലൂടെയൊക്കെ നമ്മൾ കരിയാപ്പിലൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തിട്ട് ഒരു നെയ്ച്ചോറുണ്ട്. എല്ലാവർക്കും മറ്റേ ജീരശാല റൈസിലാണ് അവരുണ്ടാക്കുന്നത്. പക്ഷെ നമുക്ക് ബസ്മതി കിട്ടിയുള്ളൂ. നമ്മള് ബസ്മതിയിൽ ഉണ്ടാക്കി. സന്തോഷം പോലെ കരിയുന്ന മണം അടിക്കുന്നുണ്ടോ? അപ്പൊ അതാണ് ഗൈസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോയാ, ഞാനും എബിയും ഒരേ മെറ്റാ ക്ലാസ്. നമ്മൾ മാത്രം റിച്ച് പീപ്പിൾ, പുവർ പീപ്പിൾ. ഒന്നും പറയാനില്ല. നമ്മള് പാവപ്പെട്ടവരായതുകൊണ്ട് പാവപ്പെട്ടവർക്ക് സാധനം വാങ്ങിച്ചു കൊടുക്കുന്നു. അവര് വച്ചോണ്ട് എനിക്ക് മേടിച്ചു തന്നതാ ഗൈസ്. നിങ്ങൾക്ക് കോളേജില്ലേ വെക്കാൻ വേണ്ടി നമ്മളില്ലേ? അതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ മേടിച്ചു കൊടുക്കണ്ടേ ലൈഫിൽ. എബിക്ക് അത് വാങ്ങിച്ചു കൊടുക്കാൻ വേറൊരു കാര്യമുണ്ട്. എബി എന്തായാലും വച്ചോണ്ടിരിക്കാനല്ലേ പറ്റത്തുള്ളൂ. അപ്പൊ റെക്കോർഡിംഗിൽ ഫുള്ള് ഞാനായിരിക്കുമല്ലോ. ഓ, അതായിരുന്നു പ്ലാൻ. I see that. അയ്യോ. അപ്പൊ അതാ ചിക്കൻ ഞാൻ പറഞ്ഞില്ല കരിഞ്ഞ മണം അടിക്കുന്നുണ്ടെന്ന്. ഓക്കെ, എനിക്ക് ആ പീസ് തന്നെ. എനിക്ക് അടുത്തുള്ള ട്രിപ്പില് മതിയേ. നമ്മളിങ്ങനെ ചലഞ്ച് പ്ലാൻ ചെയ്യുന്നേ. 1 കിലോ 1.5 കിലോ ഉള്ള പൊട്ടാറ്റോയും 1.5 കിലോ ഉള്ള 1.5 കിലോ മേലുണ്ട്. ഇത് ഒരെണ്ണം 355 ബില്ലിയാ. അപ്പം എത്ര ഉണ്ട്? 4 എത്രണ്ട്? അത്രയും വേണോ? താല്പര്യമില്ല ചേട്ടാ, അതുകൊണ്ട് എടുത്ത് പഠിച്ചത്. 321 ആകുമ്പോ തന്വി ഇത് നീ എടുത്തോ. ഇത്ര വെയിറ്റ് ആണോടി നീ തൂക്കുന്നേ? അതെ, ഇത്രയും വെയിറ്റ് ഉണ്ട്. ഇത്ര വെയിറ്റ് ഉണ്ടോ? ആ, ഇത്രയും വെയിറ്റ് എവിടെ തൂങ്ങി കിടക്കുന്നത്? ഇത് അങ്ങനെ വരുന്നതല്ല. ഇത് കഴുത്തിൽ എപ്പോഴും കൊല്ലോ. ഇത് നമ്മളിങ്ങനെ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും വെച്ച് കെട്ടണം. ഇത് നമ്മൾ റാപ്പ് ചെയ്തിട്ട് വേറെ ബെഡ്ഷീറ്റോ മറ്റെന്തോ ഷോളോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമ്മൾ വയർ റാപ്പ് ചെയ്യും. ഓക്കെ, അതാണ് പ്ലാൻ.
ആദ്യം ഞാൻ എവിടെ ചെയ്യാൻ വേണ്ടി അപ്പോ അത് പോരാ അപ്പോ നമ്മള് ഇതിന് വേണ്ടിയുള്ള ഒരു ബെഡ്ഷീറ്റ് അതെ അതെല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. സോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഓരോ ചാലഞ്ചസ് എന്ന് വെച്ചാൽ, ബെഡിൽ കിടന്ന് എണീക്കുക, അതൊക്കെ എണീക്കണം, ഷൂ ഇടണം, പിന്നെ എന്തെങ്കിലും താഴെ ഇട്ട സാധനം കുനിഞ്ഞെടുക്കണം, സ്റ്റെപ്പ് കയറണം. നിങ്ങളെല്ലാവരും സ്റ്റെപ്പ് കയറണം. എനിക്കൊരു സീൻ കാണാം. നീയും തയ്ച്ചു വെച്ച് പറഞ്ഞ അപ്പൊ അതാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ബെഡ്ഷീറ്റ് വല്ല യൂസ് ചെയ്യാം, കാരണം ഇവിടെയാണ് അവള് കിടക്കുന്നത്. കെട്ടിക്കോ. കറക്കാനാണോ? ലോ വേസ്റ്റ് അതിന്റെ ബേബി. അതെ, ലോ വേസ്റ്റ് ബേബിയാണ്. അപ്പൊ ആ നടുവേനെ അറിയാൻ പറ്റുള്ളൂ. നോക്കിയേ അവളുടെ വയറ് എന്റെ കാണും കേട്ടോ, കാലൊക്കെ നീര്. ഇത് കാണുന്ന പോലെ അല്ല ഗൈസ്, ഇതിൽ നല്ല വെയിറ്റ് ഉണ്ട്. ഇത് നിങ്ങൾ വിചാരിക്കണ പോലെ അല്ല. ഒരു എക്സ്പീരിയൻസ് ആവട്ടെ നിങ്ങൾക്ക്. അതെ ഇവ മറ്റേ ആവേശത്തിൽ മുറുക്കുക. വേണമെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് കൈൻ്റെ ഇടവല്ലോ വേണോ? അങ്ങനെ വേണ്ട. നിൽക്കുവോ? നിൽക്കുവോ? ഓക്കെ. നീളമില്ല. ഓക്കെ, മതി. ഇതിലിപ്പോ കറക്റ്റ് ഉണ്ടോ? ഓക്കെ. ഇതിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ചെയ്ത് കാണിക്കുന്നത് ചെയ്യണം. എളുപ്പമല്ല, ഒന്നുമില്ല. ഇതിലെന്താ എളുപ്പമുള്ളത്? രണ്ട് മെലൻ ഉണ്ടായിരുന്നെങ്കിൽ രണ്ട് ഇവിടെ മതിയടാ, ഇവ കൊല്ലുവാ കെട്ടിയാൻ. ഓക്കെ, ഇത്ര വെയിറ്റ് ഉണ്ട്. അത്രയും വെയിറ്റ് ഉണ്ട്. ഇത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. ഇത് തന്നെ ഒരു 3 കിലോ ഉണ്ട്. ഞാനിനി എന്ത് ചെയ്യണം? കൈയൊന്നും ബാക്കി വെക്കരുത്. ഇത്രയും ചെറിയൊരു സാധനമാണ് ഗൈസ് നമ്മൾ തറയിടാൻ പോകുന്നത്. ഇത് ഞാൻ കുനിഞ്ഞെടുക്കണം. അതെ. ഓ നോ, തറയിൽ വീണു ഗൈസ്. Come on. എങ്ങനെയുണ്ട്? നല്ല സുഖല്ലേ? അത്ര എളുപ്പമല്ലടാ, ഇത് അത്ര എളുപ്പമല്ല. ഞാൻ പക്ഷെ എടുത്തു. അതെ, ഒരു തവണ കൂടി എടുക്കോ? ഇടലടാ, ഇനി എനിക്ക് വയ്യണ. ഓക്കെ ഗൈസ്, ഈ നിറച്ച് വയറുള്ള ആൾക്കാർ നമ്മൾ ഒരിക്കലും വയറ് പിടിച്ചാലൊന്നും കുനിയാൻ പറ്റൂല. നമ്മള് നേരെ കാല് 2 ഇങ്ങനെ വികസിപ്പിക്കുക. എടുത്തു. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വളരെ കാഠിന്യമേറിയ എക്സ്പീരിയൻസ്. ഇനി അതിനു മേലെയുള്ള എക്സ്പീരിയൻസ് ആണ് വരാൻ പോകുന്നത്. അല്ല, ലേസ് വെളിയിൽ എടുക്കരുത്. എന്റെ ഷൂ ഇടാൻ എളുപ്പമാണ്, ചുമ്മാ കാലി. ലേസ് കിട്ടണം, ഇടുന്നതല്ല. എന്റെ ഷൂസിന്റെ ലേസ് ഓൾറെഡി ഞാൻ കെട്ടാം. ഓക്കെ. സഹായം വേണം. ഭർത്താവിന് സഹായമില്ല. ഇടുന്ന വലിയ ടാസ്ക് ഇല്ല. അവിടെ വേണമെങ്കിൽ ഇരുന്ന് കെട്ടിക്കോ. ഇനി കുനിഞ്ഞ് ആ ഷൂ കെട്ടുക. ഓ യാ, കൊച്ചു വയറ്റി കിടന്ന് ഇത്ര എറുക്കും. അപ്പൊ പിന്നെ തല താഴോട്ടല്ലേ? ഒരു ഷൂസ് കെട്ടിക്കഴിഞ്ഞാ സമ്മാനം തരും. സമ്മാനമൊന്നുമില്ല, കൊച്ചു വരുന്നവരെ വെയിറ്റ് ചെയ്യണം. കൊച്ചാണോ നമ്മുടെ സമ്മാനം? അതെ. ഓക്കെ, ഒരു ഷൂസ് കെട്ടിയേ. ഇനി മറ്റേത്. അതെ, തെറ്റിയടിച്ച് വീഴണ്ടല്ലോ.
പ്രഗ്നൻസി ടൈമും കൂടിയല്ലേ. ഇല്ല, ഇനി സ്റ്റെപ്പ് കയറി ഇറങ്ങണം. അതാണ് ലാസ്റ്റ് ടാസ്ക്. പിന്നെ ബെഡിൽ കിടക്കുന്നത്. ഓ യാ, കാരണം എനിക്ക് ഭയങ്കര മെമ്മറി ലോസ് ആണ് ഗൈസ്. എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ ആരാന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. ഒരു ഗർഭിണീനെ പോലെ ഇവിടെ ബാക്ക് പെയിൻ എങ്ങനെയുണ്ട്? അയ്യോ സത്യം. കഴിഞ്ഞു. ഇനി റൂമിൽ പോവാം. അല്ല വേണമെങ്കിൽ ഇവിടെ തന്നെ കിടന്നോ. രക്ഷപ്പെട്ടു. ഇവിടെ തന്നെ കുറച്ച് കിടക്കാൻ നീ സമ്മതിച്ചല്ലോ. കിടന്നോ. നേരെ എണീച്ച കൊച്ചിന് നേരെ കൊച്ചിന് ബുദ്ധിമുട്ടാ. അപ്പൊ ചരിഞ്ഞ് വേണം എണീക്ക്. കൊച്ചിന് തലയാണ് താഴെ. ബാക്കി കിടക്കാൻ പറ്റില്ല. കൊച്ചിന് ശ്വാസം കിട്ടില്ല. അതെ. ഇനി എങ്ങനെ എഴുന്നേക്കും? എങ്ങനെയുണ്ട്? അങ്ങനെ വേണം എണീക്കാൻ. ഇനി സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നു. അതെ, ലാസ്റ്റ് ടാസ്ക് ആണ്. കമോൺ ഗൈസ്. സ്റ്റെപ്പ് ഒരു സ്റ്റേഴ്സ് ഇറങ്ങിയാ മതി. ആ വാ, കാണണ്ടേ നിന്നെ ആൾക്കാര്. ആ വഴി പോവാം. അപ്പോൾ നമുക്ക് 3 സ്റ്റെയർ ആണുള്ളത്. പക്ഷേ ഞാൻ ഇന്ന് നല്ല മൂഡിലായതുകൊണ്ട് ഒരു സ്റ്റെയറേ കയറ്റുന്നുള്ളൂ. ഇതാ കയറുന്നുണ്ട്. എപ്പോഴും വയറ് പിടിക്കാൻ പറ്റില്ല. വയറ് വിട്. ഇവിടെ ഞാൻ സമ്മതിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇനി വേണ്ട. സ്റ്റെപ്പ് ഇല്ലാത്ത അടുത്തത് നീയാണോ? നീ കെട്ടിയത് നീ തോളിലുള്ള നീ 3 സ്റ്റെപ്പും കയറണം. എനിക്ക് ലീനിയൻസി നിന്നോടില്ല. ഇത് ശരിക്കും ടാസ്കാ കേട്ടോ. തളർന്നു. ഇതെടുത്തോ മക്കളെ, ഇതെടുത്തോ. ഇത് വീടെടുത്തോ. പിന്നെ വെയിറ്റ് ഇല്ലാതെ ചുറ്റു പൊന്നെ വീഴോ. തീർന്നു നമ്മള് തീർന്നു. എനിക്ക് കൊല്ലോ. ചെറിയ കൊങ്ങിറക്കി വയറിന്. അതെ, കറക്റ്റ് ആയല്ലോ. 3 സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് കയറ്. ക്യാമറമാൻ കൂടെ 3 ഇറങ്ങണം. ഞാൻ 3 ഡെയിലി കയറുന്നത്. ഫുള്ള് ഇറങ്ങിക്കോ. ഇപ്പൊ തന്നെ അയ്യോന്ന് വിളിച്ചു തുടങ്ങി. കൊച്ചിന് തലയുണ്ടെന്ന് ഓർത്തിട്ട് വേണം നടക്കാൻ. പയ്യ അന്ന നടയാ വേണ്ടത് നമുക്കിവിടെ. നിസ്സാരം എന്ന് പറഞ്ഞിട്ട് എന്ത് സ്ലോ ആയിട്ടാ കയറുന്നത്. ഇത്ര സമയം എടുക്കണം, പെട്ടെന്ന് കയറുമോ? അതെനിക്കും. നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇട്ടോടാ. ഗൈസ്, ഞാൻ ഇത് ഇടാൻ പോയാണ്. അങ്ങനെ കുനിയാൻ പാടില്ല. പിന്നെ
നീ കാലിച്ചിരി വീട്ടങ്ങ് ഇത് പറ്റുന്നില്ല. പറ്റണം പറ്റണം. കൊച്ചിന്റെ തല താഴെയാ. കൊച്ചിനെ ഞെക്കാതെ എടുക്കണം. ഇനി എങ്ങനെയുണ്ട്? നല്ല സുഖമുണ്ടോ? അപ്പൊ വീണ്ടും ഇങ്ങനെ കൊച്ചു താഴെ ഇടും. ആ അതെ, വീണ്ടും ഇനി എടുക്കണം. രണ്ടുകൂടെ. താഴെ ഇടുന്നില്ലേ? ആ കൊച്ചു താഴെ കൂടെ വരുമോ? ആ ചെലപ്പോ. എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞിട്ടില്ല. ഇനി അടുത്ത നമ്മുടെ ഷൂ എടുക്കാം. ഇനി ഷൂസ് ചലഞ്ചാണ്. ഷൂസ് നീ ഷൂ ലേസ് കെട്ടണം. ഷൂ ഇടണം, ഷൂ കെട്ടണം. ഷൂസ് ഗർഭിണി, എന്റെ പൊന്ന് ഗർഭിണി. എനിക്ക് എന്റെ ഇഷ്ടമുള്ള രീതിക്ക് ഇടാലോ. ആ ഇടാം. തോളം തരാൻ പക്ഷേ ഷൂലേസ് കുനിഞ്ഞ് കെട്ടണം. കുഞ്ഞ് കെട്ടണമെന്നേ ഉള്ളൂ. ഓക്കെ. ഷൂ ഇട്ടിട്ടുണ്ട്. അടുത്ത ഇട്ടോ. ഇതൊക്കെ എനിക്ക് എളുപ്പമായിരുന്നു. എന്താ ആടുന്നേ? ആ ഇനിയാണ് ചടങ്ങ്. ലേസ് കെട്ടി നീ ഇരുന്ന് വേണമെങ്കിൽ കെട്ടാം, നിന്നും കെട്ടാം. അത് എനിക്കൊന്ന് കൺസെഷൻ അല്ലായിരുന്നു. ഇതാ കുറച്ചും കൂടി ബുദ്ധിമുട്ട്. ആ തിക്കനെ കാണും. കൊച്ചിന്റെ തല ഓർക്കണം. എടാ കൊച്ചിന്റെ വയറ് ഇറുക്കുവാ. കാല് വെച്ചിട്ട് ഇങ്ങനെ പാടില്ല. കൈ എത്തി കെട്ടണം. കൈ എത്തിച്ചേടാം. തല സീന. ഞാൻ ഇരിക്കുന്ന കണ്ടില്ലേ? അങ്ങനെ കൊച്ചിന്റെ തല തല പറഞ്ഞെടുത്തോ. ആ അങ്ങനെ വേണമെങ്കിൽ കുനിഞ്ഞോ. നിസ്സാരം യോജി. അങ്ങനെ കുനിയണം. ആ ഇറും. കൊച്ചിന്റെ തല ഒന്ന് കഴിഞ്ഞിരിക്കുന്നു യോജി. എങ്ങനെയുണ്ട്? നിസ്സാരം. നീ അടുത്തത് കെട്ടു. ശ്വാസം വലിച്ചോട്ട്. അത് ഭയങ്കര സ്പീഡാണ്. കൊച്ചിറുകരുത്. കൊച്ചിന്റെ തല ഇനി നല്ല സുഖമുണ്ടല്ലേ? ഇനി അടുത്ത അങ്ങ് കൗച്ച് ചാഞ്ഞു കിടന്നോ. ഇനി കിടന്ന് എണീക്കണം. ആദ്യം നേരെ കിടന്നു നോക്ക് എങ്ങനെയുണ്ടെന്ന്. ആ അല്ല ഞാൻ പറഞ്ഞതാ. അയ്യോ ഇങ്ങനെ നേരെ കിടക്കാനേ പറ്റൂല തന്നെ. ആ കിടക്കാൻ പറ്റില്ല. കാരണം ആ അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഉറങ്ങാൻ പറ്റാത്ത. ഇനി ചരിഞ്ഞ് കിടന്നിട്ട് എണീക്ക്. ഞാൻ രാത്രി കിടന്ന് ഊണും എന്തോ തടിച്ചി പറ കേക്കട്ടെ. ആ കേക്കട്ടെ. എന്നെ കളിയാക്കുന്നതാ. ഞാൻ തിരിച്ചും കളിയാക്കും. എണീക്ക് കാണട്ടെ. കമന്ന് കിടക്കണ്ടേ? ഞാൻ തന്നെ എങ്ങനെയുണ്ട്? നീ ഇതേപോലെ 100 തവണ രാത്രി എണീക്കാൻ മുള്ളാൻ. അതാണ് എന്റെ അവസ്ഥ. എങ്ങനെയുണ്ട്? സ്ട്രഗിൾസ് ഓഫ് ബീയിങ് എ പ്രഗ്നന്റ് വുമൺ. എന്റെ ചാനലെല്ലാം കഴിഞ്ഞോ? ചലഞ്ച് കഴിഞ്ഞ് എങ്ങനെ ഉണ്ടായിരുന്നു? പക്ഷേ ഗൈസ് എനിക്ക് ഷൂ എല്ലാം ഇട്ട് തരുന്നുണ്ട്, എന്നെ എണീപ്പിക്കുന്നുണ്ട്. അതിന് പിന്നെ കുഴപ്പമില്ല. എന്നെ ഞാൻ കുറ്റം പറയുന്നില്ല. ഇനി പാറുടെ ചാലഞ്ചാണ്. ഇങ്ങനെ എനിക്ക് അറിയാവുന്ന രീതി കെട്ടുവാണേ. ഇത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ചെയ്തപ്പോ നിനക്ക് തോന്നിയില്ല? നിങ്ങളൊക്കെ ചെയ്തപ്പോ തോന്നിയില്ല അത്രയും. കുറച്ചുകൂടി ഇറക്കിക്കോ. അപ്പോൾ ആദ്യത്തെ ചാലഞ്ച് പാറുവിന് എന്തായാലും അറിയാം. പാറുവാണ് ആദ്യം റെക്കോർഡ് ചെയ്തത്. ഞാൻ ഇച്ചിരി അങ്ങോട്ടേക്ക് ഇടാം. കാരണം അവിടെ വരെ കുനിഞ്ഞെടുക്കാനുള്ളതാണ്. ഇത് നമ്മള് എടുക്കണം. അതെ തന്നെത്താൻ എന്തായാലും മെയിലിലേക്ക് വരത്തില്ല. Come on. കൊച്ചു താഴെ വരും. കൊച്ചൊന്നും താഴെ വരത്തില്ല. കുഴപ്പമില്ല. ഇത് കുഴപ്പമൊന്നുമില്ല. ഡാൻസ് ക്ലാസ്സിൽ പോയതിന്റെ ഉപയോഗമുണ്ട്. യെസ് കണ്ടോ ഞാൻ എടുത്തു. കൊച്ചു വീണ്ടും തറയണം. കൊച്ചങ്ങനല്ല കൊച്ചങ്ങനല്ല ഇടുന്നത്. ലിയാൻ ഇടുന്നത് വെച്ചാണ്.
പോട്ടെ, പിള്ളേരൊക്കെ അങ്ങനെയാ. പുറകോട്ട് പറയുന്നത് വെയിറ്റ് ഉണ്ട്. ഞാൻ വിചാരിച്ച വെയിറ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? ചാലഞ്ച് 2 നമ്മുടെ ഷൂ ആണ്. ഷൂ നിന്റെ ഷൂ എടുത്തോ. എനിക്ക് ഇത്ര എളുപ്പമുള്ള ഷൂസ് തന്നതായിട്ട് ഞാൻ കണ്ടില്ല. അല്ല പാറു ആദ്യം നിന്നിട്ട് ഷൂ ഇട്ടിട്ട് ഓക്കെ. 1 2 3 ഗോ. ഇങ്ങനെ ഇടാനൊക്കെ എളുപ്പമുണ്ട്. ഇടുന്നതല്ല പ്രശ്നം, കെട്ടുന്നതാണ് പ്രശ്നം. ലേസ് കെട്ടണം പാറു. അത് ടാസ്കാ. നിസ്സാരം. ഇതിപ്പോ ഈ കുട്ടി ഇത്തിരി ബിഗ് ബേബി. ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലേ. ഒരു കാര്യം പറഞ്ഞത് അത് കെട്ട് കെട്ടിയില്ല പാറു, ഷൂലേസ് ഇപ്പോഴും വേണ്ടേ. അല്ല, യുവചേട്ടൻ പറയുന്നത് കൊച്ചിന് ശ്വാസം മുട്ടുമെന്ന്. പക്ഷെ സംഭവം എന്താ വെച്ചാല് ഞാൻ കുനിയുമ്പോ എന്റെ വയറമങ്ങിയിട്ട് എനിക്ക് ആ ശ്വാസം മുട്ടും. അങ്ങനെയാ. ഇനി ഉള്ളിന്നാണ് എനിക്ക് ഇങ്ങനെ പ്രസവന്നത്. പ്രഗ്നൻസി ലേഡീസ് എല്ലാരും അനുഭവിക്കുന്ന ഒരു സംഭവമാണിത്. ഒരെണ്ണം കെട്ടി, ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. 10 മാസം നമ്മൾ ഇങ്ങനെ ചെയ്യണമെന്നാണോ? ആക്ച്വലി 5-ാം മാസം കഴിഞ്ഞിട്ട് ഇത്രയും ബുദ്ധിമുട്ടി വരുന്നത്. ശീലമാവത്തില്ല, വെയിറ്റ് കൂടുന്തോറും പാടാ. പിന്നെ ഞാൻ ഒരു ബെൽറ്റ് ഇട്ട് ജീവിച്ചു പോകുന്നുണ്ട്. ഈ ബെൽറ്റ് ഇടുമ്പോ ഈ വയറിങ്ങനെ താങ്ങി നിർത്തും. നിനക്ക് ഇടട്ടേടാ കുറച്ച്. ഇടട്ടേടോ. കൊച്ചിനെ ഇറുകോ ഇവിടെ വയറ്റില്. കൊച്ചിന്റെ വയറ് കണ്ട തൂങ്ങി കിടക്കും. സക്സസ്ഫുള്ളി കഴിഞ്ഞു. അപ്പോൾ ചാലഞ്ച് നമ്പർ 3 അങ്ങ് കിടന്നോളൂ. അതിലാ മിണ്ടാ നിന്നത്, എണീച്ച് നിക്കാൻ പോലെ. നിന്നിട്ട് കിടക്കണം. ഇനി ബാക്കിലോട്ട് അങ്ങ് കിടന്നു. ആ വെയിറ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കുക. ഹറാസ്മെന്റ്. നേരെ കിടന്നു നോക്കിയ വയറ്റിൽ വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന്. നല്ല വെയിറ്റ് ആണല്ലേ. അങ്ങനെ കിടക്കാനും പാടില്ല. കൊച്ചിന് ശ്വാസം കിട്ടത്തില്ല, ഓക്സിജൻ കുറയും. അപ്പൊ അതുകൊണ്ട് ചരിഞ്ഞേ കിടക്കാൻ പറ്റുള്ളൂ. ചരിഞ്ഞ് കിടക്കാൻ പറ്റും. ലെഫ്റ്റ് സൈഡിലാണ് ചരിഞ്ഞ് കിടക്കാനുള്ളത്. എന്നാല് അങ്ങനല്ല, തല താഴോട്ട് വെക്കണം. കിടന്നു പറയുക. കൈ ഇങ്ങനെ മേലോട്ട് വെച്ചിട്ട് ചരിച്ചു വെക്ക്. എന്നിട്ട് കൈക്കകത്ത് കിടക്കണം. ഇനി എണീക്കുക. നോക്കട്ടെ. കുട്ടി പറയുന്നത് കുട്ടിക്ക് കുറച്ച് സമയം. ഇല്ല കുട്ടി പറഞ്ഞു കുട്ടീനെ മുള്ളണോന്ന്. മുള്ളാൻ പറഞ്ഞു. ഇനി എണീറ്റോ. ഇതേപോലെ രാത്രി ഒരു 10 വേണമെങ്കിലും എണീക്കണം. കുട്ടീനെ കൊണ്ട് എണീക്കുന്നത് ടാസ്ക്. ഇനി സ്റ്റെപ്പൊക്കെ കേറണം. ഞാൻ തളർന്നു കേട്ടോ. അതാണ് അവള് ഡെയിലി പാവം, അവള് ഡെയിലി ഒരെണ്ണോടായി കഴിഞ്ഞാൽ നമ്മള് നിന്നെ ഞാൻ ബാക്കിൽ നിന്ന് തള്ളിയിടും. ആരും കേട്ടില്ലല്ലോ അല്ലേ. 4 ലക്ഷം പേര് കേട്ടതേ ഉള്ളൂ. എന്താ പറ കാണത്തില്ല, നോക്കി വേണം പോയാ. വയറൊന്ന് കൈ എടുത്ത് കയറി നോക്കെ. പിന്നെ സേഫ്റ്റി ഫസ്റ്റ് റൈലില് പിടിക്കുന്നതാണ്. ഞാൻ ശരിക്കും നിങ്ങൾ ഇത് ചെയ്തപ്പോഴേ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ആക്ടിങ് ആണെന്നല്ലേ. നമുക്കൊരു കുട്ടി ഉണ്ടെങ്കിൽ നമ്മൾ പാടുപെടും. ഇനി ഇതിന്റെ കൂടെ ലിയന്റെ ഡ്രാമയും കൂടെ ഉണ്ട്. ഇവ സ്റ്റെപ്പ് കയറില്ല. ഇവ അവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും. ഇവനെ കയറ്റി വിടണം. ഒരു ഗർഭിണി കയറി വന്നോട്ടെ. എന്നിട്ട് വഴിന്ന് മാറാൻ പറയുമ്പോ ഇവിടെ കയറി നിൽക്കും. ആർക്കും ഇറങ്ങാൻ പറ്റാതെ. സ്പൈഡർമാൻ അവന്റെ ഒപ്പം ഇവിടെ സ്പൈഡർമാൻ. ഭയങ്കര സീൻ
സീനാണ് കേട്ടോ. കഴിഞ്ഞു. പാറു ചലഞ്ച് സക്സസ്ഫുള്ളി കംപ്ലീറ്റ്. യെസ് ഞാൻ ഊരിത്തരാം ഗൈസ്. ഇനി നമുക്കൊന്ന് ഇരുത്തി ആലോചിക്കണം. നിനക്ക് ചലഞ്ച് ഇല്ല, നീ ഓൾറെഡി ക്യാരി ചെയ്യുന്നുണ്ട്. ഞാൻ ചാലഞ്ച് കഴിഞ്ഞ 9 മാസമായിട്ട് ചെയ്യുക. എങ്ങനെയും ചലഞ്ച് എൻഡ് ചെയ്യാൻ വേണ്ടി. അതാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാനായി. അശ്വതിയും അമലും ഇവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ സൗണ്ടൊക്കെ പോയി തീർന്നു. നമ്മുടെ പെങ്കൊച്ച് എത്തിയിട്ടുണ്ട്. നമ്മുടെ ചെറുക്കൻ അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഓൾവേസ് ലേറ്റ്. ഫുഡ് നമ്മുടെ ഇത് നെയ്ച്ചോറ്. എല്ലാവർക്കും ഞാൻ വിളമ്പി തരാം. വേണ്ട, എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ എടുത്തോളാം. മെനു ഇതാണ്: നെയ്ച്ചോറ്, പപ്പടം, സലാസ്, ബീഫ് റോസ്റ്റ്, ചിക്കൻ റോസ്റ്റ്, ചിക്കൻ ഫ്രൈ, പനീർ ഫ്രൈ. നിനക്ക് വേണ്ടി അശ്വതി സൂം ചെയ്ത് കാണിച്ചോ. നിനക്ക് വേണ്ടി മാത്രം അശ്വതി എടുത്തിട്ട് എല്ലാവരും പടിയിലെടുത്താൽ മതി. അപ്പോൾ നമ്മളിങ്ങനെ ഫുഡെല്ലാം കഴിച്ചു. എല്ലാവരും കുറേ നേരം ചാറ്റ് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു, കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ പാറുണ്ട്, അശ്വതി ഉണ്ട്, അമലും എബിയും കൂടെ പുറത്ത് പോയേക്കുന്നു. അപ്പം നമ്മുടെ വീണ്ടും കഥകൾ പറയുക. കൊതിനുണയും എന്താണ് കൊതിനുണയും പറയാൻ പറ്റുന്നത്? നമ്മൾ ഇങ്ങനെ ചുമ്മാ കുറെ പരദൂഷണ ആപ്പുകളിലൊക്കെ കയറി എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ നോക്കി. റെഡിൽ ആപ്പിൾ എന്തൊക്കെയാണെന്ന്. അതെ, ഇത് പാറുവാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് റെഡിൽ എന്താണെന്ന്. അങ്ങനെയല്ല, ഞാൻ അങ്ങനെ ഫസ്റ്റ് ടൈം ആണ് കഴിക്കുന്നത്. എന്റെ പരിപ്പ് കറിയെ പറ്റി അതാ ഞാൻ പറഞ്ഞത്. നെയ്ച്ചോറും പരിപ്പ് കറിയും ഒക്കെ ആയിട്ട് ഞാൻ ആദ്യം നമ്മുടെ അവിടെ എനിക്ക് തോന്നുന്നില്ല ട്രിവാൻഡ്രത്ത് നമ്മളത് അങ്ങനെ ഒരു ഡിഷായിട്ട് കഴിക്കും. അതുകൊണ്ട് ഞാൻ അതെന്റെ ഫസ്റ്റ് ടൈം. പക്ഷെ നല്ല കോമ്പിനേഷൻ, നല്ല സൂപ്പർ ഫുഡായിരുന്നു. നല്ല നെയ്ച്ചോറ്, നല്ല പരിപ്പ് കറി, അതൊക്കെ സൂപ്പർ കറക്റ്റ് ആയിരുന്നു. അത് ചില ഇത് എന്താണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ഉണ്ടാക്കിയത് കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയത് അത് മാത്രമാണ് നിങ്ങൾ ചെയ്തത്. ഞാൻ പുറത്തു പോയതുകൊണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ ഇത്ര എടുത്തു പറയുന്നത്. അത് പ്രൊഫഷണൽസ് ഉണ്ടാക്കിയത് കൊണ്ട് അതിനൊരു പ്രത്യേക ഇല്ലേ. ചോറൊക്കെ ഇങ്ങനെ വിട്ട് വന്നില്ലേ. ഭാര്യക്ക് എന്താണ് പറയാനുള്ളത്? ഇതൊക്കെ തള്ളാണ്. എന്റെ ഭാര്യക്ക് എന്താണ് പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല, എൻ്റെ ശബ്ദം പോയി കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത്. നിന്റെ കരയിപ്പിച്ചോണ്ടാണ്. ചുമ്മാ പറഞ്ഞ കൈസ്. ഞാൻ തണുത്തുള്ള മാത്രമേ കുടിക്കുന്നുള്ളൂ. ഐസ് കട്ട എടുത്ത് തിന്ന് ഇപ്പം എൻ്റെ തൊണ്ട പോയി. പക്ഷേ എനിക്ക് മരുന്നൊന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ അനുഭവിക്കാം. ഇതാണ് എൻ്റെ അവസ്ഥ. വെറുതെ കഴിക്കുന്നില്ല, ചവച്ച് ചുറ്റാകുള്ള എല്ലാവരെയും ഉപദ്രവിച്ചാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ അതൊക്കെയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇതോടെ നമ്മൾ അവസാനിക്കുകയാണ്. സോ ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദ വ്ളോഗ്. സംസാരിക്കാൻ മുന്നേ വയ്യ. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.